ഹലോ നമസ്കാരം. ഈസി ക്ലാസ് വൈ മൂസിയിലേക്ക് സ്വാഗതം. ആദ്യ പാഠം നമ്മൾ നോക്കിയല്ലോ. ഇനി രണ്ടാമത്തെ പാഠം നമുക്ക് പഠിക്കാം. അടിസ്ഥാന പാഠാവലിയിലെ രണ്ടാമത്തെ പാഠമാണ് സ്മാരകം. സ്മാരകം എന്ന് പറയുന്ന കവിത എഴുതിയത് വീരാൻകുട്ടിയാണ്. ഒരു ചെറിയ കവിതയാണ് സ്മാരകം. ഇനി നമുക്ക് വീരാൻകുട്ടി എന്ന കവിയെക്കുറിച്ച് പറയാം. 1962 കോഴിക്കോട് ജില്ലയിലാണ് അദ്ദേഹം ജനിച്ചത്. ഒരു അധ്യാപകനായിരുന്നു. അദ്ദേഹത്തിൻ്റെ കവിതകളുടെ പ്രത്യേകത ജീവിതത്തിലെ ഓരോ അനുഭവവും കവിതയാക്കാൻ ശ്രമിച്ചയാളാണ്. ജീവിതത്തിലെയും പ്രകൃതിയിലെയും ചെറിയ ചെറിയ ഒച്ചകൾക്ക് നമ്മുടെ കവി കാതോർക്കുമായിരുന്നു. ഓരോ കവിതയിലും ഭാഷയുടെ ലാളിത്യം നമുക്ക് കാണാൻ കഴിയും. ഇനി വീരാൻകുട്ടിയുടെ കൃതികൾ നോക്കാം. ജലഭൂപടം ആണ് ആദ്യ കവിത. ഓട്ടോഗ്രാഫ്, പിന്നെ മാന്ത്രികൻ, മൺവീര, തൊട്ട് നടക്കുമ്പോൾ ഇവയൊക്കെ സമാഹാരങ്ങളാണ്. ഇനി സ്മാരകം എന്ന കവിതയിലേക്ക് വരാം. സ്മാരകം എന്ന കവിത ഇവിടെ ചൊല്ലാൻ പോവുകയാണ്. സ്മാരകം. അപ്പൂപ്പൻ താടിയുടെ പറക്കത്തെ വിനീതമായ ഒരു ശ്രമമായി കാണണം. ചിറകുകളില്ല, ദേശാന്തരം വിധിച്ചിട്ടില്ല, ആകാശവും സ്വന്തമല്ല, എന്നിട്ടും അത് പറക്കുന്നു കുഞ്ഞിനെ എന്ന പോലെ വിത്തിനെ മടിയിൽ വെച്ച്. വളരെ മനസ്സിലാവുന്ന തരത്തിലാണ് ഓരോ വരികളും, അല്ലാതെ വാക്കിലോ വരികളിലോ ഒരു ഭാരവും നിറച്ചിട്ടില്ല. ശരിക്കും ഒരു അപ്പൂപ്പൻ താടിയെ ഓർത്തു പോകും പോലെ. അപ്പൂപ്പൻ താടിയുടെ പറക്കത്തെ വിനീതമായ ശ്രമമാണ് എന്ന് വിലയിരുത്തിക്കൊണ്ട്, ചിറകുകളില്ലാത്ത, അധിക ദൂരം പറക്കാത്ത, സ്വന്തമായി ആകാശമില്ലാത്ത ഒരു കുട്ടി എന്ന പോലെ ആ വിത്തിനെ കൊണ്ട് പറക്കുന്ന അപ്പൂപ്പൻ താടിയെ ഇവിടെ കാണാം. ഇതിനെ വലിയ ഒരു ശ്രമമായി കവി കാണുന്നു. ഇനി അടുത്ത വരികൾ നോക്കാം. അതു കാണും സ്വപ്നത്തിലെ മരത്തിൻ്റെ തണലിൽ നാളെയൊരാൾ വന്നിളവേൽക്കും എന്ന കവിത അതിനറിയില്ല. അറിവില്ലായ്മയുടെ ഭാരക്കുറവിൽ അത് പറക്കുന്നു. അതിനെ പക്ഷിയെന്നു വിളിക്കാതിരിക്കാൻ നാം കാണിക്കുന്ന കരുണയിൽ അത് കുറച്ചും കൂടി ദൂരം പോയേക്കും. ധീരമെങ്കിലും എളിമ അതിൻ്റെ ശ്രമം. വീണുപോകുന്നിടത്ത് സ്മാരകമായി ഉയർന്നു വന്നേക്കും. ആരും അറിയാതെ നാളെ ഒരു മരം. യാതൊരു പ്രതീക്ഷയില്ലാത്ത അതിൻ്റെ പറക്കത്തെ ഭാരക്കുറവായാണ് രേഖപ്പെടുത്തുന്നത്. അതിനെ ഒരു പക്ഷിയായി കാണുന്നില്ല, അത് ഒരു കാരുണ്യമാണ് എന്നാണ് കവി പറയുന്നത്. ധീരമായ അപ്പൂപ്പൻ താടിയുടെ ശ്രമം നാളെ ഒരു സ്മാരകമാകും എന്ന ശുഭപ്രതീക്ഷയാണ് കവിക്ക് ഉള്ളത്. ഇവിടെ ചിറക്, ദേശാന്തരം, ആകാശം എന്നിവയൊക്കെ വേറെ വലിയ ലോകങ്ങളുടെ സാന്നിധ്യങ്ങളോടെ വലിയ ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ പ്രതീകമാണ്. അപ്പൂപ്പൻ താടിക്ക് ഈ പറയുന്ന സ്വാതന്ത്ര്യങ്ങളോ ഒന്നുമില്ല. കാരണം എപ്പോൾ വേണമെങ്കിലും നശിച്ചു പോകാൻ തയ്യാറായി നിൽക്കുന്നു. എങ്കിലും ആ വിത്തിനെ എടുത്തുകൊണ്ടാണ് പറക്കുന്നത്. കാരണം ഞാൻ മരിച്ചാൽ ഞാൻ ആയി മാറാൻ വേണ്ടിയാണ്. ഒരു സ്വപ്നമോ മോഹമോ ഒന്നും അപ്പൂപ്പൻ താടിക്കില്ല. ആകെയുള്ളത് ഒരു വിത്താണ് എന്ന് കവി പറയുന്നു. പുറത്ത് നിന്നുള്ള ഒന്നിൻ്റെയും പ്രതീനമോ പ്രയോജനമോ ഒന്നും അപ്പൂപ്പൻ താടിക്കില്ല. എന്നാലും വലിയ ആകാശത്ത് അതിന് ഒറ്റയ്ക്ക് പറക്കാൻ സാധിക്കുന്നുണ്ട്. അതു കാണും സ്വപ്നത്തിലെ മരത്തിൻ്റെ തണലിൽ നാളെയൊരാൾ വന്നിളവേൽക്കും എന്ന കവിത ആ അപ്പൂപ്പൻ താടിക്കറിയില്ല. എന്നാലും ആ ഭാരക്കുറവിൽ അത് പറക്കുന്നു എന്ന് കവിതയിൽ കവി രേഖപ്പെടുത്തുന്നു. പല സാഹചര്യങ്ങളിലും നമ്മൾ തളർന്നു പോകുമ്പോൾ ചില കാര്യങ്ങൾ നമ്മളെ സ്വാധീനിക്കാറുണ്ട്. അത് ഒരു വ്യക്തിയാവാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവാം. ഇങ്ങനെ സ്വാധീനിക്കുമ്പോൾ യാഥാർത്ഥ്യത്തിൽ പുതിയൊരു ലോകത്തെക്കുറിച്ചുള്ള അറിവാണ് നമുക്കുണ്ടാകുന്നത്. ഈ അറിവിൽ നല്ലത് ഏത്, ചീത്തയെന്ന് വേർതിരിവ് ഉണ്ടാകും. നാം മറ്റൊരാളായി മാറുന്നു ഈ സ്വാധീനയിൽ ചെയ്യുന്നത്. ഇതൊക്കെ ശരിക്കും ജീവിതത്തിൻ്റെ ഭാരങ്ങളാണ് എന്ന തിരിച്ചറിവ് ആണ് ഒരു അപ്പൂപ്പൻ താടിയിലൂടെ കവി വിവരിക്കുന്നത്. ആ അപ്പൂപ്പൻ താടിക്ക് ഒന്നും ആലോചിക്കേണ്ട, അതിനെ വെറുതെ പറന്നാൽ മതി. മറ്റൊന്നിനെയും ചിന്തിക്കാതെ അതിനെ മാത്രം ചിന്തിച്ച് പറക്കുന്ന ഒന്നാണ് അപ്പൂപ്പൻ താടി. ഒരാൾ അയാളുടെ വിശ്വാസത്തിൽ, അയാളുടെ ഇഷ്ടത്തിന് ഒത്ത് ജീവിക്കുകയാണെങ്കിൽ ജീവിതം വിജയിക്കും എന്നാണ് കവി ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇനി അവസാന വരിയിലെ അർത്ഥം നോക്കാം. ഇവിടെ അപ്പൂപ്പൻ താടിയുടെ
താടിയുടെ ശ്രമത്തെ ധീരമായ ഒന്നായാണ് കവി പറയുന്നത്. അപ്പൂപ്പൻ താടി എന്തായാലും വീണു പോകും എന്ന് പറയുന്നത്, എന്നാൽ എല്ലാവർക്കും ഒരു അന്ത്യം ഉണ്ടാകുന്നത് പോലെ അപ്പൂപ്പൻ താടിക്കും ഉണ്ടാകും ഒരന്ത്യം. എങ്കിൽ പോലും ഒരു സ്മാരകമായി, വലിയ ഒരു മരമായി ദൂരത്തേക്ക് തൻ്റെ സാന്നിധ്യം അറിയിക്കാൻ കഴിയും. ഒരു സ്മാരകമായി വീണു പോകുമ്പോഴും മാറാൻ കഴിയും എന്ന പ്രതീക്ഷയാണ് ഇതിൽ കവിക്കുള്ളത്. സ്വന്തം കഴിവ് തിരിച്ചറിഞ്ഞ് അതിനു വേണ്ടി പ്രവർത്തിച്ച് ഒറ്റയാൾ പോരാളിയാവാൻ അല്ലെങ്കിൽ കാലത്തെ അതിജീവിക്കാൻ പറ്റുന്നത് എന്നാണ് ഈ കവിത പറഞ്ഞു തരുന്നത്. സ്മാരകത്തിലൂടെ വീരൻകുട്ടി ചോദിക്കുന്നത് എന്തുകൊണ്ട് അപ്പൂപ്പൻ താടിയെ പോലെ ജീവിച്ചുകൂടാ എന്നാണ്. ഈ ചോദ്യം ശരിക്കും നമ്മളോട് ഉള്ളതാണ്. എല്ലാവർക്കും കവിത മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. ഇനി ഇതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസറുകളൊക്കെ ഞാൻ പിന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. എല്ലാവർക്കും നമസ്കാരം.